ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് LCH, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. കൺസംഷൻ തിയറിയിൽ വരുന്ന, നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, അതിൽ ആ കൺസംഷൻ തിയറിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. ഡെവലപ്ഡ് ബൈ റിച്ചാർഡ് ബ്രംബർഗ്, ആൽബർട്ട് ആൻഡു ആൻഡ് ഓൾസോ ഫ്രാങ്കോ മോഡിഗ്ലാനി. 3 പേര്. ചുരുക്കത്തിൽ ബ്രംബർഗ്, ആൻഡു ആൻഡ് മോഡിഗ്ലാനി ഡെവലപ്ഡ് LCH, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. ഇവരിവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ ഇൻകം, ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞിട്ടുള്ള പോലെ ഇത് കറക്റ്റാണ്. പക്ഷേ ഇവിടുത്തെ കൺസംഷൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം. കൺസംഷൻ റിലേറ്റഡ് ടു ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം. കാരണം ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ലൈഫ് ടൈമിൽ വേരിയേഷൻസ് ഓഫ് ഇൻകം ഉണ്ട്, കുറവും കൂടും, അതുപോലെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു ലൈഫ് ടൈം എൻഡ് പീരീഡ് വരെ, അതായത് ഏർലി പീരീഡ് മുതൽ എൻഡ് പീരീഡ് വരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം അത് പല രീതിയിൽ അവന് കിട്ടും. അതായത് ഡെയിലി വേജസ് ആകാം, സാലറി ആകാം, പ്രോഫിറ്റ് ആകാം, ഡിവിഡൻഡ് ആകാം, അങ്ങനെ പലതരത്തിലും കിട്ടും. അപ്പോൾ അങ്ങനെ ലൈഫ് ടൈം ഇൻകം അതാണ് കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ കൺസംഷൻ ഈസ് റിലേറ്റഡ് ടു ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം. ഇവിടെ ദേ റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് കെയ്ൻസ്. കെയ്ൻസിൻ്റെ ഐഡിയയെ ഇവിടെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെയ്ൻസ് പറഞ്ഞത് എന്താ? കൺസംഷൻ ഈസ് കറണ്ട് കൺസംഷൻ ഈസ് റിലേറ്റഡ് ടു കറണ്ട് ഇൻകം. കറണ്ട് കൺസംഷൻ റിലേറ്റഡ് ടു കറണ്ട് ഇൻകം എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഇവർ മൂന്നും പറയുന്നത് തെറ്റാണ് കെയ്ൻസ്. കാരണം ലൈഫ് ടൈം ഇൻകം, കൺസംഷൻ റിലേറ്റഡ് ടു ലൈഫ് ടൈം ഇൻകം. ഈ ലൈഫ് ടൈം ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. ഒന്ന്, അവൈലബിൾ റിസോഴ്സസ് ഓപ്പൺ ടു ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് കിട്ടാവുന്ന അവൈലബിൾ റിസോഴ്സസ്. നമ്പർ 2, റിട്ടേൺ ഫ്രം ദ ക്യാപിറ്റൽ. കാരണം ഇൻഡിവിജ്വൽസും സ്വന്തമായിട്ട് ക്യാപിറ്റൽ കാണും. അത് ഹൗസ് ബിൽഡിംഗ് ആയിക്കോട്ടെ, വെഹിക്കിൾ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിൽ നിന്ന് അവന് റിട്ടേൺ കിട്ടും. അപ്പോൾ റിട്ടേൺ ഫ്രം ദ അസറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഫ്രം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. ആൻഡ് ഓൾസോ ഏജ്. ഈ 3 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കണം. അപ്പോൾ ലൈഫ് ടൈം ഇൻകം റിലേറ്റഡ് ടു 3 കണ്ടീഷൻസ്. നമ്പർ 1, അവൈലബിൾ റിസോഴ്സ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കണം, എന്താ ഈ അവൈലബിൾ റിസോഴ്സ്? അവൈലബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇൻകം ടു ദ കൺസ്യൂമർ ഓർ ദ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ അതിനെ നെറ്റ് വെൽത്ത് എന്ന് പറയും. ഇപ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അവൻ്റെ കുറച്ച് ഇൻകം കാണുമല്ലോ, അതാണ് നെറ്റ് വെൽത്ത് എന്ന് പറയും. ആ നെറ്റ് വെൽത്ത് പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഹിസ് ഫ്യൂച്ചർ ഇൻകം, കറണ്ട് ഇൻകം എക്സെട്ര. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ കറണ്ട് ഇൻകം, അല്ലെ ഫ്യൂച്ചർ പീരീഡിൽ അവന് കിട്ടുന്ന ഇൻകം, ഇതിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ, അതാണ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓർത്തെടുത്തോണം. പിന്നെ റിട്ടേൺ ഫ്രം ക്യാപിറ്റൽ ഉണ്ട്. ഓൾസോ ഏജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഏജ്. കാരണം നമുക്കൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ലൈഫ് എക്സ്പെക്റ്റേഷൻ. ആ ലൈഫ് എക്സ്പെക്റ്റേഷനെ ആസ്പദമാക്കിയാണ് ഇൻകവും കൺസംഷനും എല്ലാം റിലേറ്റ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദം ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. അങ്ങനെയാണെങ്കിൽ ഇൻകവും കൺസംഷനും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കതിനെ ഇങ്ങനെ വേണം എഴുതാം, CT ഈക്വൽസ് KVT എന്ന് എഴുതാം. CT ഈക്വൽസ് KVT. CT എന്ന് പറഞ്ഞാൽ കറണ്ട് കൺസംഷനാണ്. അതുപോലെ VT എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻകം ആണ്. നമ്മുടെ ഇൻകത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് VT. പിന്നെ പോർഷൻ ഓഫ് ദ ഇൻകത്തെ നമുക്ക് K എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ 3, അതായത് ബ്രംബർഗ്, ആൻഡു, മോഡിഗ്ലാനി, അവരുടെ അഭിപ്രായത്തിൽ CT ഈസ് ദ ഫംഗ്ഷൻ ഓഫ് KVT എന്ന് പറയാം. CT കറണ്ട് കൺസംഷൻ ആണ്, എഴുതി വെച്ചോണതല്ല, ഞാൻ തുടച്ചുകൊണ്ടിരിക്കും. അതുപോലെ KVT എന്ന് പറഞ്ഞാൽ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് റിസോഴ്സ് ആണ്. നമ്മുടെ പ്രസൻറ്റ് വാല്യൂ, റിസോഴ്സസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. പിന്നെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ആണ് ഏത് K എന്ന് പറയുന്നത്. അപ്പോൾ CT ഈസ് ദ ഫംഗ്ഷൻ ഓഫ് KVT എന്ന് നമുക്കിവിടെ പറയാം. ഇനിയും ദിസ് തിയറി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സർട്ടൺ അസംഷൻസ്. എല്ലാ തിയറിയിലും ഉണ്ടല്ലോ ചില അസംഷൻ ഉണ്ട്, ഇവിടെ ഉണ്ട് അസംഷൻ. നമ്പർ 1, ഇൻഡിവിജ്വൽ ഹാസ് എ നോൺ ലൈഫ് സ്പാൻ. ഒരു ഏജ്, ഒരു നോൺ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആവറേജ് ഇൻഡിവിജ്വൽ ജീവിച്ചിരിക്കുന്നത് ഒരു 70 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു ആവറേജ് ലൈഫ് സ്പാൻ ഈസ് എസെൻഷ്യൽ ഇൻ ദ തിയറി. നമ്പർ 1. നമ്പർ 2, ടോട്ടൽ കൺസംഷൻ ഡിപ്പെൻസ് ഓൺ ലൈഫ് ടൈം ഇൻകം. നമ്മൾ പറഞ്ഞു കൺസംഷൻ ഡിപ്പെൻസ് ഓൺ ലൈഫ് ടൈം ഇൻകം, അതാണ് സെക്കൻഡ് അസംഷൻ. നമ്പർ 3, ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഇൻഹെറിറ്റ് എനി ടൈപ്പ് ഓഫ് അസറ്റ്.
ഹി ഡസ് നോട്ട് ഇൻഹെറിറ്റ് എനി ടൈപ്പ് ഓഫ് ഇൻകം. സ്വന്തമായിട്ടുള്ള ഇൻകമേ ആകാവൂ, കറണ്ട് ഇൻകം അല്ലെങ്കിൽ സെൽഫ് ഇൻകം ആയിരിക്കണം. ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള ഒരു ഇൻകവും പാടില്ല. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഇൻകം വേണ്ട, അതിവിടെ പറയുന്നില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മൾ സെൽഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇൻകം മാത്രം മതി. അപ്പോൾ ഇൻഡിവിജ്വൽ ഓർത്തോണം, ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഇൻഹെറിറ്റ് എനി ടൈപ്പ് ഓഫ് ഇൻകം. വേറെ ഒരു തരത്തിലുള്ള അവൻ്റേതല്ലാത്തൊരു ഇൻകം കാണാൻ പാടില്ല. അതുപോലെ പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. നോ ചേഞ്ച് ഇൻ പ്രൈസ്, നോ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓർത്തിരുന്നോ. അതുപോലെ കൺസ്യൂമർ ഈസ് റാഷണൽ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് റാഷണൽ ബിഹേവിയർ. ദാറ്റ് മീൻസ് ഗെറ്റിംഗ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓർ ഗെറ്റിംഗ് മാക്സിമം യൂട്ടിലിറ്റി വിത്ത് ഹിസ് ലൈഫ് ടൈം ഇൻകം. അവൻ്റെ ലൈഫ് ടൈം ഇൻകത്തിൽ നിന്ന് അവന് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണം. ഇങ്ങനെ 4-5 പ്രധാനപ്പെട്ട അസംഷനുകൾ ഇതിൻ്റെ അകത്തിലുണ്ട്, അതൊന്ന് ഓർത്തിരുന്നോണം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ദ ലൈഫ് സ്പാൻ, അതായത് ലൈഫ് പീരീഡ് ഓർ ലൈഫ് പീരീഡ് ഇൻകം ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്. ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം ഇൻകത്തെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം, 2 പീരീഡ് ഇൻകം ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് വർക്ക് പീരീഡ് ഇൻകം. വർക്ക് പീരീഡ് ഇൻകം എന്ന് പറയും. അതായത് നമുക്ക് പലതരത്തിൽ ഇൻകം കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിവിഷനാണ് നമുക്കുള്ളത്. വർക്ക് പീരീഡ് ഇൻകവും രണ്ടാമതായിട്ട് വർക്ക് പീരീഡ് ഇൻകം. അറിയുന്നില്ലല്ലോ. അപ്പോൾ ദ ടോട്ടൽ ലൈഫ് ഇൻകം ഈസ് ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്. നമ്പർ 1 വർക്ക് പീരീഡ് ഇൻകം. വർക്ക് പീരീഡ് ഇൻകമാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് റിട്ടയർഡ് പീരീഡ് ഇൻകം ആണ്. റിട്ടയർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 50 വയസ്സല്ലേ 60 വയസ്സല്ലേ 70 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടയർ ചെയ്യും. വർക്ക് എബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. എബിലിറ്റി കുറയുമ്പോൾ നമുക്ക് പിൻവലിഞ്ഞേ പറ്റത്തുള്ളൂ ആ പീരീഡിലെ ഇൻകം. അപ്പോൾ 2 പീരീഡ് ഇൻകം ആയിട്ട് നമുക്കിവിടെ പറയാം. വർക്ക് പീരീഡ് ഇൻകം. അപ്പോൾ ടോട്ടൽ ലൈഫ് ടൈം ഇൻകം ഈസ് ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്. എന്തൊക്കെയാണ്? വർക്ക് പീരീഡ് ഇൻകം ആൻഡ് ഓൾസോ റിട്ടയർഡ് പീരീഡ് ഇൻകം. അപ്പോൾ വർക്ക് പീരീഡ് ഇൻകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിട്ടയർഡ് പീരീഡ് ഇൻകം. നമുക്കറിയാമല്ലോ, റിട്ടയർമെൻറ്റ് പീരീഡ് വരുമ്പോൾ ഇൻകം കുറയും. പെൻഷനൊക്കെ ആകുന്നവരെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ശമ്പളത്തിൻ്റെ പകുതിയോ അതിൻ്റെ താഴെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ റിട്ടയർമെൻറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ വളരെ ലോ ഇൻകമാണ്. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡും ലോ ഇൻകമാണ്. ഇടയ്ക്കുള്ള ഒരു മിഡിൽ ഇൻകം ഉണ്ട്, അതാണ് വർക്ക് പീരീഡ് ഇൻകം. അതാണ് എക്സസ് ഇൻകം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സേവിങ്, റിട്ടയർമെൻറ്റ് പർപ്പസ് ഓർ റീപേയിങ് ഓൾഡ് ഡെപ്റ്റ്. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വർക്ക് പീരീഡ് ഇൻകത്തിൽ നല്ലൊരു റേസിംഗ് കാണും, നല്ലൊരു ഇൻകം റേസ് കാണും, അല്ലെങ്കിൽ നല്ലൊരു ഇൻകം റേറ്റ് കാണും. ആ റേറ്റ് നമുക്ക് പ്രസൻറ്റ് കൺസംഷന് യൂസ് ചെയ്യാം, ബാലൻസ് ഫ്യൂച്ചറിലേക്ക് മാറ്റിവെക്കാം. ഒപ്പം തന്നെ ഓൾഡ് ഡെപ്റ്റുകൾ, മുമ്പ് വാങ്ങിച്ച വായ്പകളൊക്കെ വീട്ടുകയൊക്കെ ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് വർക്ക് പീരീഡ് ഇൻകം. ഇതിൻ്റെ ബേസിൽ ഈ 2 പീരീഡ്സിനെ നമുക്കൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ വരച്ച് കാണിക്കാം. എന്താ നോക്കിക്കോളൂ. OX ആക്സിസ് അവിടെ നമ്മൾ റിട്ടയർ പീരീഡ് ഇൻകം ആണ് കൊടുത്തിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് പീരീഡ് ഇൻകം അല്ലെ റിട്ടയർഡ് ഇൻകം. ഇവിടെയാണെങ്കിൽ OY ആക്സിസിൻ്റെ അകത്തിൽ നമ്മൾ വർക്ക് പീരീഡ് ഇൻകം കൊടുത്തിട്ടുണ്ട്. വർക്ക് പീരീഡ് ഇൻകം. അപ്പോൾ വർക്ക് പീരീഡ് ഇൻകം മെഷേർഡ് ഓൺ OY ആക്സിസ്, റിട്ടയർമെൻറ്റ് ഇൻകം OX ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോട്ടൽ ഇൻകം ലൈൻ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ വല്ല ബഡ്ജറ്റ് ലൈൻ എന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഇൻകം ലൈൻ എന്നോ ഒക്കെ പറയാം. ടോട്ടൽ ഇൻകം ലൈൻ PR എന്ന് വിചാരിക്കേണ്ട. PR എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം. ഇനി നമുക്ക് നമ്മുടെ ഒരു കറണ്ട് കൺസംഷൻ പാറ്റേൺ നമുക്കൊരു ഇൻഡിഫറൻസ് കർവിലൂടെ അത് വരച്ച് കാണിക്കുന്നുണ്ടോ? IC ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ആ ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മുടെ ആ ഒരു കൺസംഷൻ പാറ്റേൺ കാണിക്കാം. ആ ഇക്വിലിബ്രിയത്തിനെ നമുക്ക് E എന്ന് വിളിക്കാം. ആ സമയത്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു റിട്ടയർമെൻറ്റ് നമ്മുടെ ടോട്ടൽ ഇൻകം ലെവൽ എന്ന് പറയുന്നത്, അതായത് വർക്ക് പീരീഡ് ഇൻകം ലെവൽ എന്ന് പറയുന്നത് O മുതൽ P മുതൽ കണ്ടോ, അത് ആക്സിസിൻ്റെ പേര് മേളോട്ട് കയറ്റി എഴുതിയേക്കണം Y. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലൈൻ തുടങ്ങുന്ന P ആണ്. അപ്പോൾ OPE ഇവിടെ വേണമെങ്കിൽ നമുക്ക് S എന്ന് കൊടുത്തേക്കാം. OPES എന്ന് പറയുന്ന ഏരിയയാണ് വർക്ക് പീരീഡ് ഇൻകം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് പീരീഡിൽ തന്നെ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്ട് ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. Q എന്ന് കൂട്ടിക്കോ, Q. അപ്പോൾ ടോട്ടൽ വർക്ക് പീരീഡ് ഇൻകം OPES ആണ്. From that income, we have to use for consumption, that is OQES.
അത് നമ്മൾ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഒരു ബാലൻസ് വരുന്നുണ്ടല്ലോ, ഒരു സേവിങ്. ഏതാ? QEP, ദാറ്റ് ഈസ് സേവിങ് എന്ന് പറയാം. സേവിങ് ആണത്, സേവിങ്. Q മുതൽ E മുതൽ P വരെയുള്ളത് നമ്മുടെ സേവിങ് ആണ്. ഇനി ഈ സമയത്ത് നമ്മുടെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻകം ആണ് വേണ്ടത് SER. കണ്ടോ, നോക്കിക്കോണം. S മുതൽ E മുതൽ R വരെ റിട്ടയർമെന്റ് ഇൻകം ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് വർക്ക് പീരീഡിൻ്റെ അകത്തിലാണെങ്കിൽ നമുക്ക് ഇൻകം കൺസംഷൻ കഴിഞ്ഞിട്ട് ബാലൻസ് സേവിങ്ങും കിട്ടി. നേരെ കുറച്ച് റിട്ടയർ പീരീഡ് ആണെങ്കിൽ കുറച്ച് ഇൻകം മാത്രമേ ഉള്ളൂ. SER എന്ന് പറയുന്നത് ഇച്ചിരി ഏറിയ മാത്രമേ ഉള്ളൂ. അത് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ഫ്യൂച്ചർ കൺസംഷൻ. ദെൻ വി ഹാവ് ടു യൂസ് ദ സേവിങ് ഫ്രം ദ വർക്ക് പീരീഡ് ഇൻകം. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ വർക്ക് പീരീഡ് ഇൻകത്തിലെ QEP എന്ന് പറയുന്ന ആ അധികം വന്ന സേവിങ് തുകയുടെ നമുക്കെടുത്ത് റിട്ടയർമെന്റ് പീരീഡിൽ യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിനകത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പോൾ വർക്ക് പീരീഡ് ഇൻകം എന്ന് പറയുമ്പോൾ OPES ആണ്, അതിൽ കൺസംഷൻ OQES ആണ്, ബാലൻസ് QEP അത് സേവിങ് ആണ്. ഇനി റിട്ടയർമെന്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ESR ആണ്. അത് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ഫ്യൂച്ചർ ലൈഫ്. പക്ഷെ നമുക്ക് ഫ്യൂച്ചർ ലൈഫിനെ കവർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ബാലൻസ് സേവിങ് നമ്മുടെ ഉണ്ട്. ഏത്? QEP എന്ന് പറയുന്ന സേവിങ് ഉണ്ട്. ആ സേവിങ് ഈസ് യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ റിട്ടയർഡ് ലൈഫ്. ആ റിട്ടയർഡ് ലൈഫിനെ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഉള്ള ഇൻകത്തിൻ്റെ കൂടെ ഈ സേവിങ് കൂടെ യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആ 2 പീരീഡ് ഇൻകത്തെ കാണിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് ലോങ് റൺ, അതായത് ലോങ് റണ്ണിൽ വരുമ്പോൾ, ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വരുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ MPC ആൻഡ് APC ഈക്വൽ ആയിരിക്കും. അതൊന്ന് ഓർത്തിരുന്നോ. MPC ഓർമ്മയുണ്ടല്ലോ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതുപോലെ APC എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ബോത്ത് ആർ സെയിം ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ വരുമ്പോഴത്തേന് ഇതെല്ലാം സെയിം ആയിരിക്കും. അതായത് പിന്നെ APCയും അതുപോലെ MPCയും ലോങ് റണ്ണിൽ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് നോ നെറ്റ് സേവിങ്, അഡീഷണൽ ആയിട്ടുള്ള സേവിങ് നമുക്കില്ല. വേണമെങ്കിൽ നമുക്ക് MPC ക്യാൻ ബി റേസ്ഡ്. MPC റേസ് ചെയ്യാം. എങ്ങനെ? ത്രൂ ദ ലൈഫ് ടൈം വർക്ക് പീരീഡ് ഇൻകം. വർക്ക് പീരീഡ് ഇൻകത്തെ എടുത്ത് അഡീഷണൽ നമ്മൾ യൂസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് MPC റേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ ദർ ആർ 3 സ്പെൻഡിങ് പാറ്റേൺ ഓഫ് എവരി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ 3 സൈസിലുള്ള സ്പെൻഡിങ് പാറ്റേൺ കാണും. ഒന്നെന്ന് പറയുന്നത് ഇയർലി അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പെൻഡിങ് ആണ്. ഇനീഷ്യൽ സ്പെൻഡിങ് പാറ്റേൺ ഒന്നാമതായിട്ട് ഒരു ഇൻഡിവിജ്വലിനുള്ള ഇനീഷ്യൽ സ്പെൻഡിങ് പാറ്റേൺ. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ C ഈസ് ഗ്രേറ്റർ ദാൻ Y ആയിരിക്കും. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ, Y ഇൻകം. ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും കൺസംഷൻ. കാരണം ഇനീഷ്യൽ പീരീഡ് നമ്മൾ അങ്ങോട്ട് പതിയെ ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് വലിയ കാര്യം പൈസയൊന്നും കാണത്തില്ല. അപ്പോൾ കൺസംഷനാണ് ഗ്രേറ്റർ ദാൻ ഇൻകം. അപ്പം വി ഹാവ് ടു ബോറോ. അപ്പം നമുക്ക് ബോറോ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബോറോയിങ് എസെൻഷ്യലാണ്. ഓർത്തോണം, ബോറോയിങ് എസെൻഷ്യലാണ്. ഏത് പീരീഡിൽ? ഇനീഷ്യൽ പീരീഡിൽ. അപ്പോൾ ആ ഇനീഷ്യൽ സ്പെൻഡിങ്ങിൽ നമുക്ക് കുറച്ച് ഇൻകമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൺസംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ബോറോ, അല്ലേ? നമുക്ക് വായ്പ എടുക്കേണ്ടി വരും. ഇനി സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ പീരീഡ് ഇൻകം ആണ്. മിഡിൽ പീരീഡ് എന്ന് പറയും. മിഡിൽ പീരീഡ് അല്ലെങ്കിൽ അതിനെ പീക്ക് ലെവൽ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം. PEAK, പീക്ക് ലെവൽ ഇൻകം എന്ന് പറയാം. മിഡിൽ പീരീഡ് ഇൻകം അത് വളരെ ഹൈ ആണ്. ആ ഹൈ ഇൻകം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസംഷൻ ഇൻക്രീസസ് എലോങ് വിത്ത് ഇൻകം ഇൻക്രീസസ്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് കൺസംഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. അതാണ് മിഡിൽ പീരീഡ് ഇൻകം. കാരണം എല്ലാം കൂടുതലാണ്, കൺസംഷനും കൂടുതലാണ്, അതുപോലെ തന്നെ പിന്നെ ഇൻകവും കൂടുതലാണ്. ഇത് രണ്ടും കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇത് 2ാമത്തെ പീരീഡാണ്. രണ്ടാമത്തത് അതായത് മിഡിൽ പീരീഡ് ആണ്, അല്ലെ പീക്ക് പീരീഡ് ഇൻകം ആണ്. അവിടെ ബോത്ത് കൺസംഷൻ ആൻഡ് ഇൻകം ആർ ഓൺ ഇൻക്രീസിങ്. ഇനി 3ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പീരീഡ് ആണ്, അല്ലെ റിട്ടയർമെന്റ്. ലാസ്റ്റ് പീരീഡിൽ ആദ്യത്തിന്റെ റെപ്പിറ്റേഷൻ തന്നെയാണ്. C ഈസ് ഗ്രേറ്റർ ദാൻ Y തന്നെയാണ്. അതായത് കൺസംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം. കാരണം റിട്ടയർമെന്റ് നമുക്ക് പണം കുറവായിരിക്കുമല്ലോ. അപ്പോൾ റിട്ടയർമെന്റ് വരുമ്പോൾ പണം കുറവാണ്, നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ Y-യേക്കാൾ ഗ്രേറ്റർ ആണ് C. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സെക്കൻഡ് പീരീഡ് ഉണ്ടല്ലോ, മിഡിൽ പീരീഡ്, അതായത് പീക്ക് പീരീഡ്, അവിടെ നമുക്കൊരു ബാലൻസ് ഉണ്ട്. ദാറ്റ് ബാലൻസ് ഈസ് യൂസ്ഡ് ഫോർ കവറിങ് ദ കൺസംഷൻ ലെവൽ ഓഫ് ദ ലാസ്റ്റ് പീരീഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നുണ്ട്. ഈ സെക്കൻഡ് പീരീഡിലെ ബാലൻസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ സേവിങ് എന്ന് പറയാം. ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സേവ് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് ലാസ്റ്റ് പീരീഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ഇതിന് 3 പീരീഡ് ഉണ്ട്. ഈ 3 പീരീഡിനെ നമുക്ക് വീണ്ടും മറ്റൊരു ഡയഗ്രത്തിലൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ആദ്യം വരച്ച ഡയഗ്രം ഇല്ലേലും ഈ വരയ്ക്കാൻ പോകുന്ന ഡയഗ്രം അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 പീരീഡ്, ആ 3 പീരീഡിനെ നമുക്ക് ഒന്ന് വരച്ച് കാണിക്കാം. ഇതാ നോക്കിക്കോളൂ. OX ആക്സിസ്, OY ആക്സിസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് കൺസംഷൻ ലൈൻ ഇതാണ്ട് C1 എന്ന് കൂട്ടിക്കോ, കൺസംഷൻ ലൈൻ C1. ഇനി അവിടെ നമുക്ക് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മേളോട്ട് കയറി ഇങ്ങോട്ട് പോരുകയാണ്. അതിനെ നമുക്ക് Y എന്ന് പറയാം. Y എന്ന് കൂട്ടിക്കോ, അല്ലെ Y1 എന്ന് കൂട്ടിക്കോ. ഇൻകം ലൈൻ Y1, കൺസംഷൻ ലൈൻ C1. ഇവിടെ നമുക്ക് ഫസ്റ്റ് പീരീഡ് ഇൻകം എന്ന് പറയുന്നത് ഇതാണ് T1 എന്ന് കൂട്ടിക്കോ. ഇതാണ് നമ്മുടെ ടൈം പീരീഡ്. ഇവിടെ ടൈം പീരീഡ് ആണ്. ഇത് സ്പെൻഡിങ് എന്നും കൂട്ടിക്കോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്പെൻഡിങ് എന്ന് എഴുതാം, ഇവിടെ ടൈം പീരീഡ് എന്ന് എഴുതാം. ടൈം പീരീഡ്. അപ്പോൾ OXൽ ടൈം പീരീഡ് എഴുതാം, OYൽ സ്പെൻഡിങ്ങും അതുപോലെ ബാലൻസ് അല്ലെ സേവിങ് എല്ലാം തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്ന പീരീഡ്, ആ പീരീഡ് ചെന്നിട്ട് ഈ C1ഉം അതായത് കൺസംഷൻ ലൈനും ഇൻകം ലൈനും കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെ നമുക്ക് A എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ ഒരു പോയിന്റ്, ആ പോയിന്റിനെ നമുക്ക് B എന്ന് വിളിക്കാം. താണ്ടി ഇവിടെ B. അത് വന്ന് നിൽക്കുന്ന ഭാഗത്തെ T2 എന്ന് വിളിക്കാം. അപ്പൊ ടൈം പീരീഡ് T1, കൺസംഷൻ ഏരിയ നോക്കൂ YCA ആണ്. ഏതാണ്? YCA ആണ് കൺസംഷൻ ഏരിയ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, C ഈസ് ഗ്രേറ്റർ ദാൻ Y ആണ്. ഇൻകത്തിനേക്കാൾ കൂടുതലാണ് കൺസംഷൻ. അതാ ഞാൻ ആദ്യം പറഞ്ഞ ബോറോയിങ് എസൻഷ്യൽ. ഇതൊരു ഇനീഷ്യൽ പീരീഡ് ആണ്. വേണമെങ്കിൽ അവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കാം. അതാണ് എത്ര ഏരിയ. YCA എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ പീരീഡ് ആണ്. അവിടെ കൺസംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം ആണ്. C ഈസ് ഗ്രേറ്റർ ദാൻ Y ആണ്. ഏത് ഏരിയ? YCA എന്ന് പറയുന്നത് ടൈം പീരീഡ് T1. ഇനിയും ടൈം പീരീഡ് 2 ആണെന്ന് വിചാരിക്കുക. ടൈം പീരീഡ് 2, ആ സമയത്ത് ഇക്വിലിബ്രിയം പോയിന്റ് B ആണ്. ആ സമയത്തിന്റെ പ്രത്യേകത നോക്ക്, ബിറ്റ്വീൻ A ആൻഡ് B ദർ ഈസ് ഗ്രേറ്റർ ഇൻകം. ദാണ്ട് ഇൻകം വളരെ കൺസംഷനേക്കാൾ ഇൻകം കൂടുന്നു. ഏതാണ്? D എന്ന് പറയും. ആ എക്സസ് ഇൻകത്തെ നമുക്ക് ADB എന്ന് വിളിക്കാം. ADB എന്ന എക്സസ് ഇൻകത്തെ നമുക്ക് വിളിക്കാം. അപ്പൊ അതാണ് മിഡിൽ പീരീഡ് ഇൻകം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പീക്ക് പീരീഡ് ഇൻകം എന്ന് പറയും. അപ്പൊ നോക്കൂ, എന്താണ് T1ൽ നിന്ന് T2യിലോട്ട് പീരീഡ് മാറിയപ്പോൾ, ഡൈനാമിക് ചേഞ്ച് വന്നപ്പോൾ നമ്മുടെ ഇൻകം ലെവൽ Aയിൽ നിന്ന് Bയിലേക്ക് മാറി. അതായത് Aയിൽ B D ആയത് അല്ലെ ADB എന്ന് പറയും, ഗ്രേറ്റർ ദാൻ കൺസംഷൻ. കണ്ട, കൺസംഷൻ അപ്പോഴും ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇൻകം നോക്ക്, A മുതൽ D മുതൽ B വരെ വന്നു. അതാ മുമ്പേ ഞാൻ പറഞ്ഞ ഈ അധിക ഇൻകത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചർ പീരീഡിലേക്ക് സേവ് ചെയ്യാം. ഒപ്പം തന്നെ ഓൾഡ് ഡെപ്റ്റിനെ റീപേ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ഇനി വീണ്ടും നമ്മൾ ഒരു ഇൻകം ലെവലോട് ഒരു ടൈം പീരീഡ് എടുത്താട്ട്, ഇവിടോട്ട് ഒരു ടൈം പീരീഡ് എടുത്താട്ട് T3 എന്ന് പറയും. T3, ആ T3 എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇൻകം ലെസ് ദാൻ കൺസംഷൻ ആണ്. കൺസംഷനേക്കാൾ വളരെ കുറവാണ് ഇൻകം. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഏതാണ്ട് ഈ ഷെയ്ഡിങ് ഏരിയയെ നമുക്ക് ഡിസ് സേവിങ് എന്ന് വിളിക്കാം. ഡിസ് സേവിങ് എന്ന് വിളിക്കാം. ഏത് ഏരിയ? Y1BC1. കണ്ടല്ലോ, Y1BC1 എന്ന് പറയുന്ന ആ ഏരിയയെ നമുക്ക് ഡിസ് സേവിങ് എന്ന് പറയാം. കാരണം എന്താണ്? കൺസംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം ആണ്. കണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇയാൾ പറയും, ഇവർ 3 പേരും പറയുന്നത് ഇതേ ഉള്ളൂ. ADB ഇതാണ് ലൈഫ് ടൈം ഇൻകത്തിലെ പീക്ക് ലെവൽ മിഡിൽ ഇൻകം. ദിസ് മിഡിൽ ഇൻകം ഈസ് ടു ബി സേവ്ഡ്. ഈ ഇൻകം നമ്മൾ സേവ് ചെയ്യണം. എന്തിനു വേണ്ടി? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിട്ടയർമെന്റ് പർപ്പസ് ആൻഡ് ഓൾസോ പേയിങ് ഓൾഡ് ഡെപ്റ്റ്. ഓൾഡ് ഡെപ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ റിട്ടയർമെന്റ് പീരീഡിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഇൻകത്തെ നമുക്ക് ഈ ലൈഫ് ടൈം ഇൻകത്തെ എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ പടത്തിൽ പറയുന്നത്. ഈ രണ്ടാമത്തെ പടം വളരെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ 1-2 കൺക്ലൂഷനോടെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ടോട്ടൽ കൺസംഷൻ സ്പെൻഡിങ്, ടോട്ടൽ കൺസംഷൻ സ്പെൻഡിങ്ങിനെ നമുക്കൊരു ഇക്വേഷനിലൂടെ വേണമെങ്കിൽ പറയാം. അതായത് CT ഈക്വൽസ് YT പ്ലസ് AT മൈനസ് 1 എന്ന് പറയാം. AT മൈനസ് 1. അതായത് CT ഈക്വൽസ് YT പ്ലസ് AT മൈനസ് 1. CT എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കറണ്ട് കൺസംഷൻ ആണ്. YT എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻകം ആണ്. AT-1 എന്ന് പറഞ്ഞാൽ അഡീഷണൽ അസറ്റ് എന്നുള്ള അഡീഷണൽ ഇൻകം. അതായത് അഡീഷണൽ ഇൻകം ഫ്രം അഡീഷണൽ അസറ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു ഇക്വേഷനോട് ഇതിൻ്റെ അകത്തിൽ ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ consumption spending can be expressed as CT is the function of YT plus AT minus 1. CT current consumption, YT current income, AT minus 1 that is additional return from assets. Additional asset ആണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തിയറിക്കകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കൺക്ലൂഷനോടെ നമുക്ക് പറയാം. ഇവിടെ ലോങ് റണ്ണിൽ നമ്മൾ പറഞ്ഞു MPC ആൻഡ് APC ആർ ഓൾവേസ് ഈക്വൽ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഷോർട്ട് റൺ വരുമ്പോൾ MPC ഈസ് ലെസ് ദാൻ APC. ഓർത്തിരുന്നോണം.
ഇൻ ദ ഷോർട്ട് റണ്ണിൽ വരുമ്പോൾ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വരുമ്പോൾ MPC ഈസ് ലെസ് ദാൻ APC ആയിരിക്കും. അതാണ്. അല്ലെങ്കിൽ APC കോൺസ്റ്റന്റ് ആയിട്ട് വേണേലും പറയാം. APC ഈസ് കോൺസ്റ്റന്റ് എന്ന് വേണേലും പറയാം. കോൺസ്റ്റന്റ്. അപ്പോൾ ഷോർട്ട് പീരീഡിൽ MPC ഈസ് ലെസ് ദാൻ APC. അതുപോലെ തന്നെ APC ഈസ് ഓൾവേസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് നോ ചേഞ്ച് ഇൻ APC. ഇത് അമേരിക്കയിലൊക്കെ ഇതിനെപ്പറ്റി പിന്നെ തിയറിയെ പറ്റി വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു US സ്റ്റഡിക്കകത്തിൽ ഇവിടെ പറയുന്നുണ്ട് APC ഈസ് ഹൈ ഇൻ ദ കേസ് ഓഫ് ലോ ഇൻകം പീപ്പിൾ. അതായത് ഈ APC വളരെ ഹൈ ആണ് ആരുടെ കേസിൽ? ലോ ഇൻകം പീപ്പിൾ. കാരണം ലോ ഇൻകം പീപ്പിളിന്റെ പ്രത്യേകത എന്താ? അവർ കംപ്ലീറ്റ് കൺസംഷൻ ചെയ്യും. അവരുടെ ബാലൻസ് ഒന്നും കാണത്തില്ല, സേവിങ് ഒന്നും കാണത്തില്ല. അപ്പോൾ APC ഈസ് സോ ഹൈ, APC വളരെ കൂടുതലാണ് ഇൻ ദ കേസ് ഓഫ് ലോ ഇൻകം പീപ്പിൾ. അതുപോലെ തന്നെ APC വളരെ ലോ ആണ് ആരുടെ കാര്യത്തിൽ? ഹൈ ഇൻകം പീപ്പിളിന്റെ കാര്യത്തിൽ. അത് രണ്ടും കൂടെ അതൊരു സ്റ്റഡി നടത്തിയെന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനായിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ തിയറി, APC is very high in the case of low income people, while APC is very low in the case of high income people എന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഹൈ ഇൻകം പീപ്പിൾ ആകുമ്പോൾ അവരുടെ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട്. എത്ര സ്പെൻഡ് ചെയ്താലും പിന്നെയും ബാലൻസ് അവരുടെ ഉള്ളതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവരുടെ കേസിൽ APC എപ്പോഴും ലോ ആയിരിക്കും. പിന്നെ കൺക്ലൂഷനായിട്ട് ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. സേവിങ് ക്യാൻ ബി റേസ്ഡ്, അതായത് സേവിങ് ക്യാൻ ബി റേസ്ഡ് ടു സോഴ്സസ്. രണ്ട് സോഴ്സിലൂടെ സേവിങ്ങിനെ നമുക്ക് റേസ് ചെയ്യാമെന്ന് ഈ തിയറി പറയുന്നുണ്ട്. ഒന്ന്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം എ ബാലൻസ് ഓഫ് അവർ ഇൻകം ഈസ് ടു ബി സേവ്ഡ്. നമ്മുടെ ഇൻകത്തിൻ്റെ ബാലൻസ് നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും പോപ്പുലേഷൻ ഇൻക്രീസ് വന്നാൽ സേവിങ് റേറ്റ് കൂടും. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഓൾസോ റിസൾട്ട്സ് എ ഹൈ റേറ്റ് ഓഫ് സേവിങ്. അങ്ങനെ ലൈഫ് ടൈം ഇൻകമാണ് കൺസംഷൻ്റെ കാരണം. അല്ലാതെ കെയ്ൻസ് പറഞ്ഞതുപോലെ കറണ്ട് ഇൻകം കറണ്ട് കൺസംഷൻ റിലേഷൻഷിപ്പ് അല്ല. പകരം കൺസംഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ലൈഫ് ടൈം എൻറ്റയർ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നാണ് ഇവിടെ ഈ മൂന്ന് പേര് പറഞ്ഞേക്കുന്നത്. വളരെ നല്ല രസമാണ്. ഡിഗ്രിക്കും PGക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന മനോഹരമായ രസമാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ.